ഉമാ തോമസ് എംഎൽഎയുടെ അപകടത്തിനിടയാക്കിയ സംഭവത്തിൽ നടിയും നർത്തകിയുമായ ദിവ്യ ഉണ്ണിയുടെ മൊഴി രേഖപ്പെടുത്തും. നീ എന്നെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ? അയ്യോ, അതിന് കുഞ്ഞിനോട് ഞാനൊന്നും ചെയ്തില്ലല്ലോ. ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിലായിരുന്നു ഗിന്നസ് വേൾഡ് റെക്കോർഡിനായി കലൂർ സ്റ്റേഡിയത്തിൽ നടത്തിയ നൃത്ത പരിപാടി. അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ ഒരു തിരിമറി ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നൊരു നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രാഥമിക അന്വേഷണത്തിലേക്ക് പോലീസും എത്തുന്നുണ്ട്. എന്താ ഞാൻ കേൾക്കുന്നത്? ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാര് ലോകത്ത്? വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കയറി വന്ന് നട്ടാ കുരുക്കഥ നുണകള് പറയല ഇവന്റെയൊക്കെ ഹോബി. ഇനി നമുക്ക് ഈ മെഗാ ഭരതനാട്യ ഷോയുടെ കള്ളക്കണക്ക് ഞാൻ പ്രേക്ഷകരുടെ മുന്നിൽ കാണിക്കാം. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. ഈ 12,000-ഓളം കലാകാരികളും ഉടുക്കാൻ വേണ്ടിയുള്ള സാരി കല്യാണിൽ നിന്ന് സംഘാടകർ വാങ്ങുന്നത് എത്ര രൂപയ്ക്കാണെന്ന് ശ്രദ്ധിക്കൂ. 390 രൂപയ്ക്ക്. ഇത്രക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. 390 രൂപ കല്യാൺ സിൽസിൽ നിന്ന് വാങ്ങി 1,200 രൂപയ്ക്കാണ് ഇത് അവിടെ നൃത്ത അഭ്യാസത്തിനെത്തിയ കലാകാരികൾക്ക് മറിച്ചു കൊടുത്തത്. ഷാജിയേട്ടാ, നിങ്ങൾ ഇത്ര വലിയ ആളാന്ന് അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. അപ്പോ ഒരു സാരിക്ക് സംഘാടകരുടെ ലാഭം എത്രയാണെന്ന് നോക്കൂ. 1,600 മൈനസ് 390 1,210 രൂപ. ആൽക്കഹോൾ, ഡ്രഗ്സ്, ഇതിനൊന്നും തരാൻ പറ്റാത്ത കിക്കാണ് പണത്തിന്. 1,600 ഗുണം 1,210 ഇസ് ഈക്വൽ ടു ആകെ ലാഭം 1,40,36,000 രൂപ. ഞാൻ ജോലി രാജിവെച്ചെന്ന് പറഞ്ഞേക്ക്. എനിക്ക് ഉത്സവവും ഗാനമേളയുമായി യാതൊരുവിധ ബന്ധവുമില്ല. ഇതാ എന്റെ രാജ്യഭാഷ. സോറി മാനേജർ. കല്യാൺ സിൽസ് 390 രൂപയ്ക്ക് കൊടുത്ത സാരി 1,600 രൂപയ്ക്ക് മറിച്ചു കൊടുത്ത് കൊള്ള ലാഭത്തിലൂടെ നേടിയത് 1,40,36,000 രൂപ. സാറിന് എന്തൊരു ബുദ്ധിയായത്. എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ദിവ്യ ഉണ്ണി ഒഴിച്ച് 11,599 പേർ രജിസ്ട്രേഷന് നൽകിയിട്ടുണ്ടെങ്കിൽ ലാഭം 4,05,96,500 രൂപ. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? എന്താണോ അങ്ങനെ വല്ലതും? ഇനി കൊള്ളനൃത്തത്തിൽ മൊത്തം സാരിയിലെ ലാഭം നോക്കൂ. 1,40,36,000. അതൊന്നും എനിക്കറിയാൻ മേല. പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. അങ്ങനെ മൊത്തം കൊള്ള ലാഭം 5,46,32,500 രൂപയാണ്. ഷെയറോ? ഞാൻ തരാം. ഇതിന്റെ ഭാഗമായി കിട്ടിയ 2-2.5 കോടി കൂടി കണക്കിലെടുത്താൽ ഒരു 7-8 കോടി രൂപ ചുരുങ്ങിയത് ഈ വലിയ ഇവന്റിലൂടെ സംഘാടകർക്ക് കിട്ടി. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? മരണാസനത്തിൽ വരച്ച കോലുകൊണ്ട് എന്റെ നിറയെ വരച്ചാ മതിയായിരുന്നു. ആ പണം കൊണ്ട് നീ എന്ത് വാങ്ങി കഴിച്ചാലും നിന്റെ ആർത്തി തീരില്ല. വെള്ളം കുടിച്ചാലും നിന്റെ ദാഹം മാറില്ല.